എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. യുവ എഴുത്തുകാരൻ സഹീദ് ഹംദാനിയുടെ ജീവിതം തിന്നുന്ന പ്രവാസം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. യുവ എഴുത്തുകാരനും പ്രവാസിയുമായ സയ്യിദ് ഹമദാനിയുടെ ജീവിതം തിന്നുന്ന പ്രവാസം എന്ന രണ്ടാമത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. അരുക്കുറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പ്രകാശന കർമ്മം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ തോമസ് വി പുളിക്കൽ, കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ പ്രദീപ് കൂടേക്കലിനെ നൽകി നിർവഹിച്ചു. വടുതല ജമാഅത്ത് സ്കൂളിലെ 84 ബാച്ച് 10ാം ക്ലാസ്സുകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ജമാലുദ്ദീൻ വി അധ്യക്ഷത വഹിച്ചു. കവിയും എഴുത്തുകാരനുമായ സത്യപ്പൻ വടുതല പുസ്തകം പരിചയപ്പെടുത്തി. 84 ബാച്ചിന്റെ ആദരവ് സയ്യിദ് ഹമദാനിക്ക് ഷെജിമോൻ നൽകി. ലോറൻസ് പെരിങ്ങനത്ത്, വി എം ഇബ്രാഹിംകുട്ടി, വി എം ഷാജിർ ഖാൻ, ഷാജി കെ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വീണ്ടും ആനന്ദിലേക്ക് വരുന്നു. ആനന്ദ് പുസ്തകം മരുഭൂമികൾ ഉണ്ടാകുന്നു. ഒരു ചാപ്റ്റർ ഇങ്ങനെ തുടങ്ങുന്നു. ഡോക്ടറെ എങ്ങനെ തുടങ്ങുന്നത്? പുസ്തകം വായിക്കുന്ന ആളല്ലേ, വായിക്കണം. പുസ്തകത്തിന് കൂട്ടുന്നാൽ പോലെ ലോറൻസ് പുസ്തകത്തെ വായിക്കണം. എങ്ങനെയാണ്? എപ്പോഴാണ് മനുഷ്യന് ഭയമുണ്ടായത്? ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് തുടങ്ങി ഒരു ചാപ്റ്ററാണ്. എപ്പോഴാണ് മനുഷ്യന് ഭയമുണ്ടായത്? ഒരു വേള സ്വന്തം ഇണയെയോ തേടി വന്ന പതിഞ്ഞ കാലടികളുടെ ശബ്ദമാവാം ആദ്യം മനുഷ്യനെ ഭയപ്പെടുത്തി. ഒരു വേള സ്വന്തം ഇണയെയോ തേടി വന്ന പതിഞ്ഞ കാലടികളുടെ ശബ്ദമാവാം ആദ്യം മനുഷ്യനെ ഭയപ്പെടുത്തി. വീണ്ടും അമ്മയിൽ മനുഷ്യൻ, എത്ര സുന്ദരമായ പദം. പക്ഷെ ഇവിടെ മനുഷ്യനായി തീരാൻ വെമ്പൽ കൊള്ളുകയാണ്. ഞാൻ ചേർത്തലയിലെ എൻ്റെ സമുദായത്തിലെ നസ്രാണികളെ കുറിച്ച്, ഞാൻ കവിയല്ല, ഞാൻ സാഹിത്യ വിമർശകനും പ്രഭാഷകനുമാണ്. എൻ്റെ നാട്ടിലെ ക്രിസ്ത്യാനികളെ കഴിച്ച് അവരുടെ പോക്കിരിത്തരവും സ്വാർത്ഥതയും തിന്മയും ഈശ്വരവിരുദ്ധതയും കൊണ്ട് സഹിക്കാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞതുപോലെ സാഹിത്യ സദസ്സ് വടുതലയിൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുഷ്കമായ സദസ്സിൽ എനിക്ക് പരിഭവങ്ങളൊന്നും തന്നെയില്ല. ഇത്രത്തോളം നന്നായി എന്നുള്ളതാണ് എന്നെ ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും, ഇതിനെ ഏറെ ഉത്സാഹിച്ച എല്ലാവർക്കും ഏറെ നന്ദി എൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വായന, നാം വായിക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു. കാരണം വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള ജീവിതങ്ങളെ കൂടി അറിയുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. അതുകൊണ്ട് നാം എല്ലാം വായിക്കുകയും നമ്മൾ 84 ബാച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി കെ എം അബ്ദുൽ ഖാദർ സ്വാഗതവും പി എം സുബൈർ നന്ദിയും പറഞ്ഞു. പ്രകാശന കർമ്മത്തിന് ശേഷം ഹണി വേവ്സ് വടുതലയുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അരുക്കുറ്റി.